കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൈസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറയുന്ന പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നേരിട്ടാണ് ഈ പുസ്തകത്തിൽ കൊടുത്തേക്കാണ്. അപ്പോൾ പക്ഷേ നമ്മൾ എന്താ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറയുമ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? It is defined as the ratio of the percentage change in the quantity demanded to the percentage change in price, income or to the change in പ്രൈസ് ഓഫ് ദി റിലേറ്റഡ് കമ്മോഡിറ്റി. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളിൽ മാറ്റം വരുന്നത് വഴി എങ്ങനെയാണ് പേഴ്സൻറ്റേജ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് വഴി എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരാം, അല്ലെങ്കിൽ ഇൻകം മാറുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരാം, അല്ലെങ്കിൽ റിലേറ്റഡ് കമ്മോഡിറ്റിയുടെ പ്രൈസ് മാറുമ്പോഴും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരാം. അപ്പോൾ അവ തമ്മിലുള്ള പേഴ്സൻറ്റേജിൻ്റെ റേഷ്യോ എടുത്താലാണ് നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വരുന്നത്. അപ്പോൾ 3 കാര്യങ്ങളിൽ വരുന്ന മാറ്റം വഴിയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾക്കനുസരിച്ചിട്ട് 3 ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കാറ്റഗറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്സ് പറയാം. അതിൽ ഫസ്റ്റ് വൺ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, നെക്സ്റ്റ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, നെക്സ്റ്റ് ഏതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ വരുന്ന മാറ്റം വഴി എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന മാറ്റം, ആ മാറ്റങ്ങൾ തമ്മിലുള്ള പേഴ്സൻറ്റേജിൻ്റെ റേഷ്യോ ആണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ വരുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് പറയും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്ന് പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ചാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ വരുന്ന മാറ്റം, ആ മാറ്റത്തിൻ്റെ പെർസെൻറ്റേജ് ഏതു തമ്മിലുള്ള റേഷ്യോ ആണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ വരുന്ന മാറ്റത്തിൻ്റെ പെർസെൻറ്റേജും അതേപോലെ തന്നെ ആ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് തമ്മിലുള്ള റേഷ്യോ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസിൽ വരുന്ന മാറ്റം വഴി എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന മാറ്റം, അതിൻ്റെ റേഷ്യോ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. Price elasticity is a measure of the degree of responsiveness in the quantity of a commodity demanded to changes in price. അപ്പോൾ വേറെ രീതിയിലും കൂടെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് എ മെഷർ ഓഫ് ദി ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്. ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്. ഇലാസ്റ്റിസിറ്റി എന്നുള്ള മീനിങ് എന്താ പറയാറുള്ളത്? ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് എന്നുള്ളതാണ്. അതായത് പ്രൈസിൽ വരുന്ന മാറ്റം വഴി എത്രയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡുകളിൽ വരുന്ന മാറ്റം, എന്താണ് അതിൽ വരുന്ന റെസ്പോൺസീവ്നെസ്, അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓർത്ത് വെക്കേണ്ടത് പ്രൈസും ഇൻകം ക്രോസും ഒക്കെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്, പക്ഷേ മാറ്റം വരുന്നത് പ്രൈസിൽ മാറ്റം വരുന്ന വഴി, ഇൻകം മാറ്റം വരുന്ന വഴി, ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്നാൽ കമ്മോഡിറ്റിയുടെ റിലേറ്റഡ് കമ്മോഡിറ്റിയുടെ പ്രൈസിൽ വരുന്ന മാറ്റം വഴി. ഓക്കെ, എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന മാറ്റം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആകുമ്പോൾ പ്രൈസിൽ വരുന്ന മാറ്റം എങ്ങനെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതിലെന്ത് മാറ്റം വരുത്തും, അതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ടത് ഏത് തമ്മിലെ റേഷ്യോ ആണ്? ചേഞ്ചുകൾ തമ്മിലെ റേഷ്യോ ആണ്. പ്രൈസിൽ വരുന്ന മാറ്റം അതാണ് ചേഞ്ച്. ഓക്കെ, അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന മാറ്റം, ചേഞ്ചുകൾ തമ്മിൽ റേഷ്യോ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ മാത്തമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ആൾജിബ്രിക്കലി പറയുമ്പോൾ കാണിച്ചു തരാം. ED ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. കോഎഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ്, ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ ഇതാണ്, P/Q ഇൻറ്റു ഡെൽറ്റ Q ബൈ ഡെൽറ്റ P. P എന്ന് പറഞ്ഞാൽ പ്രൈസ്, Q ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഡെൽറ്റ Q എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഡെൽറ്റ P എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആൻഡ് ഇൻഫിനിറ്റിയുടെ ഇടയിലായിരിക്കും. അതനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കോഎഫിഷ്യൻ്റ് പല രീതിയിലും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ചിലപ്പോൾ -സൈൻ, നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ -സൈൻ ആയിരിക്കും വരിക. അതായത് നമുക്കറിയാം ഡിമാൻഡും പ്രൈസും എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്, ഇൻഡയറക്റ്റ് റിലേഷനാണ്, നെഗറ്റീവ് റിലേഷനാണ്. അതുകൊണ്ട് തന്നെ -സൈൻ വരാം. പക്ഷെ നമ്മൾ -സൈൻ കൺസിഡർ ചെയ്യാതെ ആബ്സല്യൂട്ട് വാല്യൂ മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. ആ ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്.
ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കോഫിഷ്യൻറ്റ്. The coefficient of price elasticity of demand is interpreted as follows. The first one is elastic demand, ED greater than 1. ഇപ്പോൾ പ്രൈസ് ഇലാസ്റ്റിക് കോഫിഷ്യൻറ്റ് ED ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ഡിമാൻഡിന് എന്താ പറയുക, ഡിമാൻഡ് ഈസ് സെറ്റ് ടു ബി ഇലാസ്റ്റിക് എന്നാണ് പറയുന്നത്. എ സ്പെസിഫിക് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് റിസൾട്ട് ഇൻ എ ലാർജർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞതിൻ്റെ കോഫിഷ്യൻ്റ് വാല്യൂ ഓർത്ത് വെക്കുക, ED ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് പ്രൈസിൽ വരുന്ന മാറ്റത്തിനേക്കാളും കൂടുതലായിട്ടുള്ള മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരിക. ഓക്കെ, ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് റിസൾട്ട് ഇൻ എ ലാർജർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് 2% പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ 4% ആയിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിക്കാം. 2% ആണ് പ്രൈസ് കുറഞ്ഞത്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ആ പെർസെൻറ്റേജിനേക്കാൾ കൂടുതലായിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഇലാസ്റ്റിക്കാന്ന് പറയാം. അതിനുള്ള എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുള്ളത് ED ഈസ് ഈക്വൽ ടു 0.04 ഡിവൈഡ് ബൈ 0.02 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ നമുക്ക് വാല്യൂ എത്ര കിട്ടിയിട്ടുള്ളത്, ഇത് ചെയ്ത് നോക്കുമ്പോൾ വാല്യൂ കിട്ടിയിട്ടുള്ളത് 2 ആണ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് 1നേക്കാൾ കൂടുതലല്ലേ, അപ്പോൾ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. നെക്സ്റ്റ് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. Inelastic demand എന്ന് പറയുമ്പോൾ if the price elastic coefficient ED is less than 1 but more than 0, demand is inelastic. Price elastic coefficient 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഓർത്ത് വെക്കേണ്ടത് പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ആ പ്രൈസിൽ വരുന്ന മാറ്റത്തിൻ്റെ പെർസെൻറ്റേജിനേക്കാളും കുറവ് മാറ്റമാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ 3% ആണ് പ്രൈസ് ഡീക്ലൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1% മാത്രം എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിക്കുക. 3% പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ 1% ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ 0.01 ഡിവൈഡ് ബൈ 0.03 ഈസ് ഈക്വൽ ടു 0.33. ഓക്കെ, പെർസെൻറ്റേജ് ചേഞ്ച് മാറ്റം വന്നത് പ്രൈസിൽ വരുന്ന മാറ്റം എത്രയാണ്, 3% ആണ്. അതാണ് ഇത് കൊടുത്തിട്ടുള്ളത് 1% ഇത്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.33 കിട്ടും. ആ വാല്യൂ റേഞ്ചസ് ബിറ്റ്വീൻ 0 and 1. അതുകൊണ്ട് ഇൻഇലാസ്റ്റിക് ഡിമാൻഡാന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആണ്. ED ഈസ് ഈക്വൽ ടു 1. If the price elastic coefficient ED equals 1, demand has unit elasticity. അപ്പോൾ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആകുമ്പോൾ കോഫിഷ്യൻ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് പ്രൈസിൽ വരുന്ന മാറ്റം അതിൻ്റെ പെർസെൻറ്റേജും അതിന് ഈക്വലായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള മാറ്റം വരും. അപ്പോൾ 1% ആണ് പ്രൈസ് കുറഞ്ഞതെന്നുണ്ടെങ്കിൽ 1% ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് 0.01 ഡിവൈഡ് ബൈ 0.01 ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് വരുന്നത് പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് മീൻസ് ED ഈസ് ഈക്വൽ ടു 0. If the price elastic coefficient ED is 0, demand is said to be perfectly inelastic. ED 0 ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെന്ന് പറയാം. ഇപ്പോൾ 0 കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രൈസ് ഇസ് അക്കമ്പനീഡ് ബൈ നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ബോട്ട്. ഓക്കെ, 0 കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണ്, പ്രൈസിൽ എന്ത് മാറ്റം വന്നാലും ക്വാണ്ടിറ്റി ഡിമാൻഡിലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ബോട്ടിലോ ഒന്നും മാറ്റം വരുന്നില്ല എങ്കിലാണ് അതിനെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഹെൻസ് ഡെൽറ്റ Q is 0, മേക്കിംഗ് ദ ഹോൾ ഫ്രാക്ഷൻ 0. ഒക്കെ 0 ആയിട്ട് മാറും. Then perfectly elastic demand ED is equal to infinity. If the price elastic coefficient ED is infinity, demand is said to be perfectly elastic. Coefficient infinity ആണെന്നുണ്ടെങ്കിൽ a small price reduction is accompanied by an infinitely large increase in quantity. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ED is equal to infinity എന്നുള്ളതാണ്. നമുക്കറിയാൻ പറ്റാത്ത അത്ര അല്ലേ, ഇൻഫിനിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ പ്രൈസിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരികയാണെന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ രീതിയിൽ നമുക്ക് വിചാരിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. Then delta Q in the fraction is infinitely large and demand is said to be infinitely elastic or perfectly elastic. അപ്പോൾ നെക്സ്റ്റ് ഇവിടെ ഒരു ടേബിളിൽ വാല്യൂ ഓഫ് ഇലാസ്റ്റിക് കോഫിഷ്യൻറ്റും ഇൻ്റർപ്രിട്ടേഷനും കൊടുത്തിട്ടുണ്ട്. ED is equal to 0 ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, EDൻ്റെ വാല്യൂ റേഞ്ചസ് ബിറ്റ്വീൻ 0 and 1 ആണെങ്കിൽ ഇലാസ്റ്റിക്, ED is equal to 1 യൂണിറ്റ് ഇലാസ്റ്റിക്, ED greater than 1 ഇലാസ്റ്റിക്, ED is equal to infinity പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് ഇൻ്റർപ്രിട്ടേഷനിൽ വരുന്നത്. ഇനി അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ടൈപ്സ് ഓർ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷനും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, വാല്യൂ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഡിമാൻഡ് ഈസ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഇഫ് എ ചേഞ്ച് ഇൻ പ്രൈസ് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആകുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു 0 ആണ്. അതായത് പ്രൈസിൽ എന്ത് മാറ്റം വന്നാലും അത് ക്വാണ്ടിറ്റി ഡിമാൻഡിനെ മാറ്റുന്നില്ല. പ്രൈസിനെ നോക്കാതെ ഏതാണോ സെയിം ക്വാണ്ടിറ്റി, എപ്പോഴും എന്താണ് സെയിം ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇഫ് ഡിമാൻഡ് ഈസ് പെർഫെക്റ്റ്ലി ഇൻലാസ്റ്റിക് ദ ഡിമാൻഡ് കർവ് വിൽ ബി എ വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി എപ്പോഴാണ് 0 ആകുന്നത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡസ് നോട്ട് റെസ്പോണ്ട് ടു എ പ്രൈസ് ചേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അതായത് ഡിമാൻഡ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇഫ് എ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റി ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ചെറിയ രീതിയിൽ എന്തെങ്കിലും പ്രൈസിൽ മാറ്റം വന്നാൽ നമ്മൾക്കറിയാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരിക. അതിനെയാണ് ഈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസിൽ ചെറിയ മാറ്റം വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ quantity demanded to fall to 0. If demand is perfectly elastic, the demand curve will be a horizontal straight line. Horizontal straight line ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ് ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡ് ഈ ഗ്രേറ്റർ ദാൻ 1. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ വരുന്ന മാറ്റത്തിനേക്കാൾ കൂടുതലായിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഈ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസിൽ എന്തെങ്കിലും ചെറിയൊരു ഫോൾ വരികയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ പ്രൊപ്പോർഷനായിട്ടായിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് മാറ്റും. അതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് മാറും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തേത് ഒ പി ക്യൂ ആണെന്ന് കരുതുക. പിന്നെ പ്രൈസ് കുറഞ്ഞു OP1 കുറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൈസിൽ വരുന്ന മാറ്റത്തിനേക്കാൾ ഈ ഒരു അകലത്തേക്കാൾ കൂടുതൽ ഈ ഒരു അകലമുണ്ട്. ഓക്കെ, അതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇ ലെസ് ദാൻ 1. ഇപ്പോൾ പ്രൈസിൽ വരുന്ന മാറ്റത്തിനേക്കാൾ കുറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റി ഡിമാൻഡുകളിൽ മാറ്റം വരിക എന്നുള്ളതാണ്. ഓക്കെ, when demand is inelastic, a fall in price leads to a less than proportional rise in the quantity demanded എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യത്തെ പ്രൈസ് ഇവിടെ ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ ആദ്യത്തെ പ്രൈസ് OP, അതിൻ്റെ ക്വാണ്ടിറ്റി OQ ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രൈസ് OP1 കുറഞ്ഞു. പക്ഷേ പ്രൈസ് OP1 കുറഞ്ഞപ്പോഴും എന്താ സംഭവിച്ചിട്ടുള്ളത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ പ്രൈസിൻ്റെ ആ ഒരു അളവിൽ എന്ത് ചെയ്തിട്ടില്ല, ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിച്ചെങ്കിൽ അതിനെയാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കർവ് ഇങ്ങനെ കുറച്ച് കുത്തന രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടല്ലേ വരുന്നത്, പരന്ന രീതിയിലാണ് വരുന്നത്. ഇത് വെർട്ടിക്കൽ ലൈനിലേക്ക് വരുന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, കുത്തനായിട്ടാണ് വരുന്നത്. അതാണ് ഈ ഇലാസ്റ്റിക് ഡിമാൻഡ്. നെക്സ്റ്റ് വരുന്നത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇ ഈസ് ഈക്വൽ ടു 1. ഇഫ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, ദ ഡിമാൻഡ് ഈസ് സെറ്റ് ടു ബി യൂണിറ്ററി ഇലാസ്റ്റിക്. ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്ന മാറ്റം അല്ലേ, അത് ഏതിന് ഈക്വൽ ആയിരിക്കണം, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസിൽ എന്ത് മാറ്റമാണോ വരുന്നത് അതിന് ഈക്വലായിട്ട് തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള പെർസെൻറ്റേജിൽ മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആകുമ്പോൾ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇപ്പോൾ പ്രൈസിൽ മാറ്റം കുറഞ്ഞൊരു പ്രൈസ് ഇപ്പോൾ കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈക്വലായിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോർഷനായിട്ടായിട്ട് തന്നെ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം വരിക. പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡുകളിൽ ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് റേഞ്ചിൽ എന്ത് ചെയ്യുക, റൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അല്ല ഡയഗ്രമാറ്റിക്സ് പ്രസൻറ്റേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്രൈസ്, ആദ്യത്തെ പ്രൈസ് OQ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കുറഞ്ഞ് OP1 എന്താണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓർ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറയുമ്പോൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ്,
ഇലാസ്റ്റിക് ഡിമാൻഡ്, ദെൻ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫാക്ടേഴ്സ് വരുന്നത് ഫസ്റ്റ് വൺ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പോൾ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒരുപാടുണ്ട് എന്നുണ്ടെങ്കിൽ മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി ഈസ് മോർ ഇലാസ്റ്റിക്. ഓർത്ത് വെക്കുക, ദ ഗ്രേറ്റർ ദി നമ്പർ ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ഫോർ എ കമ്മോഡിറ്റി, ദ മോർ ഇലാസ്റ്റിക് ദ ഡിമാൻഡ് ഫോർ ദി കമ്മോഡിറ്റി. The prices of the substitutes remaining constant, a fall in price will lead to consumers to buy more of the commodity, and a rise in price will lead to the consumers to buy less of the commodity. സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൈസ് നമ്മൾ പറഞ്ഞൊരു ഒരു കമ്മോഡിറ്റി നമ്മൾ വാങ്ങുന്നുണ്ട്, ആ കമ്മോഡിറ്റിയുടെ കുറേ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവുമല്ലോ, ആ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയാണെന്ന് കരുതുക. അപ്പോൾ ആ കമ്മോഡിറ്റി തന്നെ കൂടുതലായിട്ട് വാങ്ങും. മറ്റേ സാധനങ്ങളുടെ വില കുറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഒരു കമ്മോഡിറ്റിയുടെ വില കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും, ഈ കമ്മോഡിറ്റി കുറഞ്ഞ രീതിയിൽ വാങ്ങിയിട്ട് ബാക്കിയുള്ള കമ്മോഡിറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, ദ ഡിമാൻഡ് ഫോർ എ ഗുഡ് മേ ബി ഇലാസ്റ്റിക് ഇഫ് ദർ ആർ ഫ്യൂ അവൈലബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഇനിലാസ്റ്റിക് ആവും എപ്പോൾ അതിന് കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ട്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ. കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുണ്ടെങ്കിൽ അത് മോർ ഇലാസ്റ്റിക് ആയിരിക്കും, കുറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും അല്ലെങ്കിൽ ഇനിലാസ്റ്റിക് ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്പർ ഓഫ് യൂസസ് ഓഫ് ദി കമ്മോഡിറ്റി. ദ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് യൂസസ് ഓഫ് എ കമ്മോഡിറ്റി ദ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് പ്രൈസ് ഇലാസ്റ്റിറ്റി. കൂടുതൽ യൂസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു കമ്മോഡിറ്റിക്ക് കൂടുതൽ യൂസസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. കുറഞ്ഞ രീതിയിലുള്ള യൂസേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇനിലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ദെൻ തേർഡ് ഈസ് എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ദി കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ മേൽ കൂടുതലായിട്ട് ഇൻകം, ഇപ്പോൾ നമ്മുടെ ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ് കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി കൂടുതലായിരിക്കും. സ്മോളർ പെർസെൻറ്റേജ് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇനിലാസ്റ്റിക് ആയിരിക്കും. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് നെസസിറ്റി. The less necessary commodities are more demand elastic, whereas highly essential commodities are price inelastic. ലെസ് നെസസറി കമ്മോഡിറ്റീസിന് ഡിമാൻഡ് ഇലാസ്റ്റിക്, മോർ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും. പക്ഷേ ഹൈലി എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസിന് ഇലാസ്റ്റിക് ആയിരിക്കും. ഇപ്പോൾ ഉപ്പിന് വില കൂടിയാൽ അല്ലെങ്കിൽ വില കുറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് വാങ്ങണമെന്നൊന്നുമില്ല. ഓക്കെ, അത് എന്താണ്, പ്രൈസ് ഇനിലാസ്റ്റിക് ആണ്. പ്രൈസ് എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മൾ വാങ്ങണമെന്ന് കരുതിയാൽ നമ്മൾ വാങ്ങും അല്ലേ. നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രൈസ്. ഇഫ് ദ റൂളിംഗ് പ്രൈസ് ഇസ് വെരി ഹൈ, ഡിമാൻഡ് ഈസ് ലൈക്ലി ടു ബി മോർ ഇലാസ്റ്റിക്. On the other hand, if the ruling price is very low, demand is likely to be price inelastic. ഇപ്പോൾ റൂളിംഗ് പ്രൈസ് കൂടുതലാവുമ്പോൾ ഡിമാൻഡ് എന്താണ്, കൂടുതലായിരിക്കും. ഡിമാൻഡ് മോർ ഇലാസ്റ്റിക് ആയിരിക്കും. റൂളിംഗ് പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഈസ് ലൈക്ലി ടു ബി പ്രൈസ് ഇൻഇലാസ്റ്റിക്. ഇപ്പോൾ റൂളിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൈസ് റിലേറ്റഡ് ടു ലാസ്റ്റ് സെയിൽ ഓഫ് എ സെക്യൂരിറ്റി എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടൈം. Elasticity of demand varies with time. The longer the time period, the more elastic is demand for a commodity. This is because consumers take time to adjust fully to some price change. ടൈം പീരീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മോർ ഇലാസ്റ്റിക് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്, പ്രൈസ്, ഇൻകം, ഗ്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മെഷേഴ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പറയാം. ദാറ്റ്സ് ഓൾ.